റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ഫിഖ്ഹ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ്. താഴെ 7 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ മുകളിൽ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ചു, ഉത്തരങ്ങളൊക്കെ വായിച്ച് നോക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എടുത്തെഴുതാനാണ്. ഇവിടെ ഉത്തരങ്ങൾ നോക്കാം. തഹിയ്യത്ത്, തഹജ്ജുദ്, തസ്ബീഹ് നിസ്കാരം, തറാവീഹ് നിസ്കാരം, പുണ്യമുള്ളതാണ്, അടയാളമാണ്, വിത്ർ. ഇതൊക്കെയാണ് ഓപ്ഷൻസുകളുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം 20 റക്അത്താണ്. 20 റക്അത്തുള്ള നിസ്കാരം നമുക്കൊക്കെ അറിയാം. എന്താണ് അതിൻ്റെ ഉത്തരം? തറാവീഹ് നിസ്കാരം. 20 റക്അത്താണ് തറാവീഹ് നിസ്കാരം എന്നെഴുതാം. ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം 4 റക്അത്താണ്. 4 റക്അത്തുള്ളൊരു സുന്നത്ത് നിസ്കാരം ഇവിടെ ഉണ്ടല്ലോ. എന്താ? തസ്ബീഹ് നിസ്കാരമാണ്. അപ്പോൾ തസ്ബീഹ് നിസ്കാരം എന്നെഴുതാം. തസ്ബീഹ് നിസ്കാരം. ഇനി മൂന്നാമത്തെ ചോദ്യം റക്അത്തുകളിൽ നിശ്ചിത കണക്കില്ലാത്ത നിസ്കാരം. അതൊരു സുന്നത്ത് നിസ്കാരമാണ്. പക്ഷേ ആ സുന്നത്ത് നിസ്കാരത്തിന് റക്അത്തുകൾക്ക് നിശ്ചിത കണക്കൊന്നുമില്ല. അതേതാണ്? എന്താ? അത് തഹജ്ജുദ് നിസ്കാരമാണ്. തഹജ്ജുദ്. അപ്പോൾ തഹജ്ജുദ് എന്നെഴുതാം. നാലാമത്തെ ചോദ്യം 2 റക്അത്ത് നിസ്കാരം. 2 റക്അത്ത് നിസ്കാരം ഏതാണത്? അത് എന്താ? ഇവിടെ ആൻസർ ഉണ്ട്. നാലാമത്തത് തഹിയ്യത്താണ്. തഹിയ്യത്ത്. പള്ളിയിൽ പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നത് തഹിയ്യത്ത്. ഇനി ചുരുങ്ങിയത് 1 റക്അത്ത് സുന്നത്തുള്ള നിസ്കാരം. ചുരുങ്ങിയത് 1 റക്അത്ത് ഒറ്റ. നമുക്കറിയാലോ എന്താ? വിത്റാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അഞ്ചാമത്തത് വിത്ർ എന്നെഴുതാം. ചുരുങ്ങിയത് 1 റക്അത്ത് അല്ലേ? കൂടിയാൽ 11 റക്അത്തൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അത് വിത്റാണ്. ഇനി ആറാമത്തെ ചോദ്യം എന്താ? ളുഹാ നിസ്കാരം ശരിയായ മുഅ്മിനിൻ്റെ. ളുഹാ നിസ്കാരം ശരിയായ മുഅ്മിനിൻ്റെ അടയാളമാണ് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. ഇവിടെ അതുണ്ട്. അപ്പോൾ അടയാളമാണ് എന്നിവിടെ എഴുതാം. അടയാളമാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റവാത്തിബിലെ 10 റക്അത്തുകൾ വളരെ ഏറെ. റവാത്തിബ് ആകെ 22 റക്അത്താണ്. അതിൽ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ് എന്നാണ്. എന്താ? അതിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുണ്യമുള്ളതാണ് എന്നെഴുതാം. റവാത്തിബിലെ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ആൻസർ ചെയ്യാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നിസ്കാരത്തിൻ്റെ സമയം വ്യക്തമാക്കാം. ഇവിടെ ഒരു 3 സുന്നത്ത് നിസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സുന്നത്ത് നിസ്കാരങ്ങളെ സമയം എഴുതി കൊടുക്കാനാണ്. അതിൽ ഒന്നാമത്തെ നിസ്കാരം ഏതാ? ളുഹാ നിസ്കാരമാണ്. ളുഹാ നിസ്കാരത്തിൻ്റെ സമയം ഏതാണ്? സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ ഉച്ചവരെ അല്ലേ? സൂര്യൻ ഉദിച്ചു ഉയർന്നത് മുതൽ ഉച്ചവരെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൂര്യൻ ഉദിച്ചത് മുതൽ എന്നല്ല, ഉദിച്ചു ഉയർന്നത് മുതൽ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ സുന്നത്ത് നിസ്കാരം ഏതാ? തഹിയ്യത്ത് നിസ്കാരമാണ്. തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം ഏതാ? നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നിസ്കരിക്കുന്നതാണ്. പള്ളിയിൽ പ്രവേശിച്ച മുതൽ ഇരിക്കുന്നത് വരെയാണ് സമയം. പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെ. എന്താ? പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെ. ഇനി മൂന്നാമത്തെ സുന്നത്ത് നിസ്കാരം തഹജ്ജുദാണ്. തഹജ്ജുദ് നിസ്കാരം. അതിൻ്റെ സമയം ഏതാ? രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരമാണ് ഇത് തഹജ്ജുദ്. അപ്പോൾ അതിൻ്റെ സമയം എങ്ങനെ എഴുതാം? രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം എന്നെഴുതാം.
ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. തറാവീഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ്? വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാണ് അല്ലേ? അങ്ങനെ പേര് വരാനുള്ള കാരണമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഷാർത്ഥം എന്താണ്? വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ. വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്ന് എഴുതിയാലും മതി, ഇനി എന്നാകുന്നു എന്ന് കൂട്ടിക്കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു അങ്ങനെ എഴുതാം. രണ്ടാമത്തെ ചോദ്യം എന്താ? തഹജ്ജുദിൽ റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം എന്തിനാണ്? നൃത്തം നീളമാക്കലാണ്. തഹജ്ജുദിൽ റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നൃത്തം നീളമാക്കലാണ് എന്നെഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസറായി, അത് പൂർത്തിയായി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? തഹിയ്യത്ത് കാരണമില്ലാതെ ഒഴിവാക്കൽ. തഹിയ്യത്ത് നിസ്കാരം ഒരു കാരണമില്ലാതെ ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ് എന്നെഴുതാം. അപ്പോൾ അത് പൂർത്തിയായി. തഹിയ്യത്ത് കാരണമില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ്. നാലാമത്തത് കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ് എന്ന് ചേർത്ത് കൊടുക്കാം. കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ്. ഇവിടെ പൂരിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. ചിലപ്പം അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഖുഫ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞത് ആൻസറായിട്ട് എഴുതാം. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ? യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇന്ദ. ഇനി ബാക്കി എന്താണ്? കുല്ലി മസ്ജിദിൻ എന്നാണ് അവിടെ ചേർത്തെടുക്കേണ്ടത്. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ. എല്ലാ നമസ്കാര വേളകളിലും നിങ്ങൾ ഭംഗിയാവുക എന്നുള്ളൊരർത്ഥം വരും. അപ്പോൾ അർത്ഥം കൂടി ശ്രദ്ധിക്കുക. അർത്ഥം എഴുതാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ എഴുതാമല്ലോ. അത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ആദം സന്തതികളെ എല്ലാ ആരാധനാവേളകളിലും നിങ്ങളുടെ അലങ്കാരം അണിയുവീൻ. അങ്ങനെയും പറയാം. ഞാനൊന്ന് ഷോർട്ടാക്കി പറഞ്ഞതാണ് നേരത്തെ. ഇനി നാലാമത്തെ ഒരു ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 5 ചോദ്യങ്ങളാണ്. അതിലൊന്നാമത്തെ ചോദ്യം എന്താണ്? കറാഹത്തായ വസ്ത്രം ഏതാകുന്നു? ഏതാണ് കറാഹത്തായ വസ്ത്രം? അതിൻ്റെ ആൻസർ ഇതാണ്. നെയ്തതിന് ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താണ് അല്ലേ? നെയ്തതിന് ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം അങ്ങനെ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഖിബിലക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരം ഏതാണ്? ഖിബിലക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരം അതേതാണ്? അത് ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരമാണ്. അപ്പം അങ്ങനെ എഴുതാം. ഇവിടെ നിസ്കാരം എന്ന് ചോദിച്ചത് കൊണ്ട് ഒരു നിസ്കാരമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞത്. പേടി ശക്തിയായി ഓടുന്നവൻ്റെ നിസ്കാരത്തിലും ഖിബ്ലക്ക് മുന്നിടേണ്ടതില്ല എന്നുകൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾക്കനുസരിച്ച് ആൻസർ ചെയ്താൽ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? സഹ്വിൻ്റെ സുജൂദ് വാജിബാണ് ആർക്ക്? ആർക്കാണ് സഹ്വിൻ്റെ സുജൂദ് വാജിബുള്ളത്? ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന് വാജിബാണ്. അങ്ങനെ നമ്മൾ പഠിച്ചത്. ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന്. ചെറിയ മാർക്കിനൊക്കെ ആണെങ്കിൽ മഅ്മൂമിന് എന്ന് മാത്രം എഴുതിയാലും ആൻസറാകും. ഇനി നാലാമത്തത് സജദയുടെ സുജൂദ് സുന്നത്താണ് ആർക്ക്? സജദയുടെ സുജൂദ് അത് സുന്നത്താണ് ആർക്ക് എന്ന് പറഞ്ഞാൽ തിലാവത്തിൻ്റെ സുജൂദാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? ആർക്കാണ് അത് സുന്നത്ത് ഉണ്ടാവുക? സജദയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തവന്. അങ്ങനെ എഴുതാം. സജദയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തവന്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. മുനാഫിഖ് ഓതാത്ത സൂറത്ത് ഏതാണ്? മുനാഫിഖ് ഓതാത്ത സൂറത്ത് ഏതാ? നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്ത്? മുനാഫിഖ് ളുഹാ നിസ്കരിക്കുകയോ സൂറത്തുൽ കാഫിറൂൻ ഓതുകയോ ചെയ്യുകയില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മുനാഫിഖ് ഓതാത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ കാഫിറൂൻ. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം എന്നാണ്. ഇത് നിർബന്ധമായിട്ടും വരാറുള്ള ഒരു ചോദ്യമാണ്. 2 വീതം എഴുതാം, അല്ലെങ്കിൽ 1 വീതം എഴുതാം, 2 വീതം എഴുതാം, 3 വീതം എഴുതാം എന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഏതാ? ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ 14ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് തറാവീഹ്.
രണ്ട് പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരങ്ങൾ, മഴയെ തേടുന്ന നിസ്കാരം എന്നിവയെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 എഴുതാം. പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര എങ്ങനെ ചോദ്യം വന്നാലും എഴുതാമല്ലോ. അപ്പോൾ തറാവീഹ്, പിന്നെ 2 പെരുന്നാൾ നിസ്കാരങ്ങൾ, 2 പെരുന്നാൾ നിസ്കാരം എന്നൊക്കെ എഴുതിയാലും ആൻസർ ആവും. ഞാനിവിടെ എനിക്കിഷ്ടമുള്ള 2 എഴുതി. നിങ്ങൾക്ക് അതിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഏതും എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങളാണ്. നമ്മൾ ആദ്യ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്. നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഭ്രാന്ത്, ബോധക്ഷയം, ഹയല്, നിഫാസൊക്കെ പഠിച്ചല്ലോ. ഞാൻ അതിൽ നിന്ന് ആദ്യത്തെ 2 ഇതാണ്. ഭ്രാന്ത്, പിന്നെ ബോധക്ഷയം, ഹയല്, നിഫാസ് അത് വേണമെങ്കിലും അത് എഴുതാം. ഞാൻ 2 ഇവിടെ എഴുതിയെന്ന് മാത്രം. ഇനി മൂന്നാമത്തത് എന്താ? ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ. ജമാഅത്ത് സുന്നത്തില്ലാത്ത, നേരത്തെ സുന്നത്തുള്ളതാണ് ചോദിച്ചത്, ഇപ്പോൾ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ അത് നമ്മൾ 8ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് എന്താണ്? ജമാഅത്ത് സുന്നത്തില്ലാത്തവയിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അർ-റവാത്തിബു, അൽ-ളുഹ, അൽ-വിത്ർ, അൽ-ഇസ്തിഖാറത്തു, തഹിയ്യത്തു, അതേപോലെ തന്നെ അസ്വലാത്തു, തസ്ബീഹ്, തഹജ്ജുദ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഇവിടെ എഴുതാം. ഞാൻ ആദ്യം പറഞ്ഞ 2 എഴുതുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ളുഹ, പിന്നെ വിത്ർ. അൽ എന്ന് എഴുതാനൊന്നും നിർബന്ധമൊന്നുമില്ല, എഴുതിയാലും കുഴപ്പമില്ല. ഇനി 6ാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം. ഒരു ചോദ്യമാണുള്ളത്. എന്താണിത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിരിളാക മിൻ ഡാഷ് വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ഡാഷ് സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ ഡാഷ്. നമ്മൾ വിത്ർ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടത് ദിക്റാണല്ലേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിരിളാക മിൻ സുഖ്തിക എന്നാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. സുഖ്തിക. പിന്നെ വബി മുആഫാതിക മിൻ ഉഖൂബതിക കഴിഞ്ഞ് വബിക മിൻക കഴിഞ്ഞിട്ട് വബിക മിൻക ഉഹ്സീ എന്നാണ് ചേർക്കേണ്ടത്. ഉഹ്സീ. പിന്നെ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക് എന്നാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായി? അല്ലാഹുമ്മ ഇന്നി അഊദു ബിരിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ഉഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക് എന്നായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.